Good morning, students. Business Studies in the Art Management as an Art. That is the topic we have discussed in the last class. Today we are going to discuss about the levels of management. Levels of management. Levels of management എന്ന് പറഞ്ഞാൽ it is an arrangement of persons, arrangement of managers in an organization. The term level means persons arranged in a series. Persons arranged in a series. Level means persons arranged in a series. This levels of management means arrangement of managerial positions in an organization. ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാനങ്ങളെ പലതരത്തിലുള്ള മാനേജേഴ്സ് അവിടെയുണ്ട്. ആ മാനേജ്മെൻറ്റ് പല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സുണ്ട്. ഈ മാനേജേഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺസ് അറേഞ്ച്ഡ് ഇൻ എ സീരീസ് എന്നാണെന്നുണ്ടെങ്കിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് managerial persons are arranged in an organization. Refers to arrangement of managerial positions in an organization. So there are different managers working in an organization. We have to arrange these managers based on their work, qualification, quality, performance and so on. ഒരു സ്ഥാപനത്തിൽ ഒത്തിരിയേറെ മാനേജേഴ്സ് ഉണ്ടാകും. ഈ മാനേജേഴ്സിന് പലതരത്തിലുള്ള കഴിവുകളുള്ള മാനേജേഴ്സ് ഉണ്ടാകാം, പലതരത്തിലുള്ള ക്വാളിഫിക്കേഷനുള്ള മാനേജേഴ്സ് ഉണ്ടാകാം, പല ക്വാളിറ്റിയുള്ള മാനേജേഴ്സ് ഉണ്ടാകാം, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ടാകാം, പെർഫോം ചെയ്യാത്ത മാനേജേഴ്സ് ഉണ്ടാകാം. ബേസ്ഡ് ഓൺ ദീസ് ടേംസ് വി ക്യാൻ അറേഞ്ച് ദീസ് മാനേജീരിയൽ പൊസിഷൻസ് ബേസ്ഡ് ഓൺ ദിസ് ക്രൈറ്റീരിയ. ഈ ഒരു ക്രൈറ്റീരിയയുടെ ബേസിൽ, ഈ ഒരു ടേമിൻ്റെ ബേസിൽ നമ്മൾ മാനേജ്മെൻറ്റിലുള്ള വ്യക്തികളെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ it consists of series of management persons. ഈ ലെവൽസിൽ ഒത്തിരിയേറെ മാനേജ്മെൻറ്റ് പേഴ്സൺസ് ഇൻക്ലൂഡഡ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ്, ദേ ആർ നോൺ ആസ് ചീഫ് എക്സിക്യൂട്ടീവ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചെയർമാൻ, ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ ആൻഡ് ഓഫീസേഴ്സ്. ഇങ്ങനെ പലതരത്തിലുള്ള മാനേജേഴ്സ് ഒരു ബിസിനസ് ഫേമിലുണ്ടാകാം അല്ലേ? ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവേഴ്സ് ഉണ്ടാകാം, ചെയർമാൻ ഉണ്ടാകാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഉണ്ടാകാം, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പർച്ചേസ് മാനേജർ, സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, different officers. They are known as managers in different levels. ഇവയെല്ലാം പല ലെവലിലുള്ള മാനേജേഴ്സാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മാനേജേഴ്സിന് ഏതെല്ലാം ലെവലിൽ നമുക്ക് പ്ലേസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ, ആ ഓർഗനൈസേഷൻ്റെ മാനേജിൻ്റെ പല ലെവലിലാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പ്ലേസ് ചെയ്ത് ദേ ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ് based on their qualification, quality and so on. നമുക്ക് നോക്കാം ഏതൊക്കെ ലെവൽസ് ഉണ്ടെന്ന് നോക്കാം. There are
3 levels in an organization. 3 ലെവലാണ് പ്രധാനമായിട്ടും ഓർഗനൈസേഷനിൽ ഉള്ളത്. ഏതൊക്കെയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇവിടെ നമ്മൾ വർക്കേഴ്സ് അല്ല അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ല ഉദ്ദേശിക്കുന്നത്, മാനേജേഴ്സാണ്. മാനേജേഴ്സിന് തന്നെ പല ലെവലുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ലെവൽസ് ഓഫ് പേഴ്സൺസ് വർക്കിംഗ് അല്ല, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ലെവൽ. അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാനേജേഴ്സിനെയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിനെ, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. സോ ഫസ്റ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ചീഫ് എക്സിക്യൂട്ടീവ്, ചെയർമാൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. So their main duty of these top level managers is to give guidelines to the middle level management. They lays down the objectives of the organization. ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് വിശദമാക്കുന്നത് അല്ലെങ്കിൽ അത് സ്ഥാപിക്കുന്നത് ശരിക്കും ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ആ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ദേ ലേസ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ്. അവരെന്ത് സ്ഥാപിക്കുന്നു? ഒബ്ജക്റ്റീവ്സ്. ആ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങളെല്ലാം സ്ഥാപിക്കുന്നത് ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സായ സിഇ, ചെയർമാൻ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെയാണ്. ആൻഡ് ദേ ഓൾസോ ഫോർമുലേറ്റ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻസ്. ഫോർമുലേറ്റ്സ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻസ്. അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പോളിസീസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും, അല്ലേ? ആൻഡ് ദേ ഓൾസോ അപ്പോയിൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അപ്പോയിൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡിനെ എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവലുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെ എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് includes CE, chairman and board of directors. They lays down the objectives lays down ചെയ്യുന്നു, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. അവർ താഴത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറിനെ എന്ത് ചെയ്യുന്നു? അപ്പോയിൻറ്റ് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദെൻ ഓൾസോ പ്രൊവൈഡ്സ് ഡയറക്ഷൻ ആൻഡ് ലീഡർഷിപ്പ്. അവർ ഡയറക്റ്റ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. ആരെയാ? ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ഡയറക്റ്റ് ആൻഡ് ലീഡ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. എൻറ്റയർ ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തന്നെയായിരിക്കും, അല്ലേ? അതോടൊപ്പം തന്നെ കൺട്രോൾസ്, കോർഡിനേറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റൽ താഴെ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഞാൻ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ മിഡിൽ ലെവൽ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിനെയും അവരെ കോർഡിനേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആരാണെന്നുള്ള മനസ്സിലായി. ഇറ്റ് ലൈസ് ഓൺ ദ ടോപ്പസ്റ്റ് ഇൻ ദി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇറ്റ് ഈസ് ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ടോപ്പ് പൊസിഷൻ. ഇറ്റ് ലൈസ് ഇൻ ദ ടോപ്പ് പൊസിഷൻ in the organization. And top level management includes chief executive, chairman, board of directors. Our objectives lays down the objectives ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള സ്ഥാപിക്കുന്നത്, എന്തൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഇവരായിരിക്കും. അതുപോലെ തന്നെ പോളിസീസ്, അവരുടെ പോളിസീസ്, പ്രോഗ്രാമുകൾ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ താഴത്തുള്ള അവരുടെ തൊട്ട് താഴത്തുള്ള ലെവലിലുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്
ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുന്നത്, അവരെ ഡയറക്റ്റ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നതെല്ലാം ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ഇനി ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു അല്ലേ. നെക്സ്റ്റ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. Middle level management, they are functional. This level consists of functional departments. Consists of functional departments. For middle level management consists of heads of functional departments. Heads of functional departments. So it consists of എല്ലാ ഫംഗ്ഷൻ്റെയും ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ് എന്ന് പറയുന്നത് ശരിക്കും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ദർ ആർ വേരിയസ് ഫങ്ഷൻസ് ഇൻവോൾവ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. യു നോ ദാറ്റ് purchase, it is a function consists of an organization. Sales, marketing, advertising, all these are the functions performed by an organization. So these are headed by the departmental managers. ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്സ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകും. Then this departmental head, it includes in the middle level management. അപ്പോൾ ഈ ഫങ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഏത് സ്ഥാനത്താണ് സ്ഥാപിതമായിരിക്കുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ എല്ലാ ഫങ്ഷൻസിൻ്റെയും, എല്ലാ ഡിപ്പാർട്ട്മെൻ്റൽ ഫങ്ഷൻസിൻ്റെയും ഹെഡ് ഇറ്റ് ഇൻവോൾവ്സ് ഇൻ ദി മിഡിൽ ലെവൽ management. So middle level management consists of head of all functional department working in an organization. So they are responsible for the functioning of their respective departments. അവർ ഓരോ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തം പറയേണ്ടത് ആരാണ്? ദി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ all the functioning involved in different functional departments. It consists of various function. Consists of purchase എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, ഒരു പ്രവർത്തനം ഉണ്ടാകാം, പർച്ചേസ് ഉണ്ടാകാം. So it is controlled by a departmental heads known as purchase manager. So another functioning is finance. It should be handled by a person. He is known as financial manager. Finance, it is another function. So this function it is performed by a departmental heads. It involves in the middle level management. He is known as finance manager. Sales, it is another function performed by an organization. So it is controlled by the head sales manager and so on. So likewise, there are different functions involved in the middle level management. So all these functions are controlled by a departmental heads. These departmental heads involves in the middle level management. So the main functions involved in the middle level management are, it involves various functions. They implement the policies. The policies are taken by the top level management, and these policies are implemented by the middle level management. എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കാം. Implement policies decided by the top level management. Top level management എടുത്ത തീരുമാനങ്ങളെല്ലാം, എടുത്ത പോളിസീസ് എല്ലാം, എടുത്ത പ്ലാനുകളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ് അല്ലേ. സോ ദേ ഇംപ്ലിമെൻറ്റ് ദ പോളിസീസ് ടേക്കൺ ബൈ ദ സ്ട്രാറ്റജീസ് ടേക്കൺ ബൈ ദ ഡിസിഷൻ ടേക്കൺ ബൈ ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ആൻഡ് ദേ ഓൾസോ ട്രാൻസ്മിറ്റ് ഓർഡേഴ്സ്. അവരുടെ ഓർഡർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആർക്കായിരിക്കും? അവരുടെ താഴത്തെ ലെവലിലുള്ള
മാനേജേഴ്സിനായിരിക്കും. അതാരാണ്? ലോവർ ലെവൽ മാനേജേഴ്സ്. സോ ട്രാൻസിറ്റ് ഓർഡേഴ്സ് ടു ലോവർ ലെവൽ മാനേജേഴ്സ്. ലോവർ ലെവൽ മാനേജേഴ്സിന് അവരുടെ ഓർഡറുകളെല്ലാം എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ പ്രോബ്ലംസ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ദ പ്രോബ്ലംസ് ആൻഡ് സജഷൻസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജർ ഡയറക്റ്റായിട്ട് അവരുടെ പ്രോബ്ലംസ് എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിക്കോസ് ദർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. സോ ദേ കനോട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ടു ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അവർക്ക് ഡയറക്റ്റായിട്ട് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടായിരിക്കും? മിഡിൽ ലെവൽ മാനേജേഴ്സുമായിട്ട്. സോ ദേ കമ്മ്യൂണിക്കേറ്റ് പ്രോബ്ലംസ് ആൻഡ് സജഷൻസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലംസുകളും സജഷൻസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരിലൂടെയായിരിക്കും? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലൂടെ ആയിരിക്കും. ദെൻ പ്ലാൻ ദ ആക്ടിവിറ്റീസ്. ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആയിരിക്കും പ്ലാൻ ദ ആക്ടിവിറ്റീസ്. ഓരോ ലെവൽസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? പർച്ചേസ് മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ആയിരിക്കും. കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജർ ആയിരിക്കും അവിടെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവർ പ്ലാൻ ചെയ്യുന്നത് എൻറ്റയർ പോളിസീസ്, ദ ഓർഗനൈസേഷൻ്റെ എൻറ്റയർ പോളിസീസ്, എൻറ്റയർ പ്ലാൻസ്, അതാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് അവർ ആ ഓരോ ഹെഡ്സിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തുണ്ടാകും? ഒത്തിരിയേറെ ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? ആ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ആയിരിക്കും. പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എത്രമാത്രം പർച്ചേസ് ചെയ്യണം, എവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത് ആരായിരിക്കും? പർച്ചേസ് മാനേജർ ആയിരിക്കും, അല്ലേ? അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ ഫിനാൻസ്, എങ്ങനെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യണം, ഏത് മെത്തേഡിൽ ഹാൻഡിൽ ചെയ്യണം, ഏത് മെത്തേഡിൽ ഫോളോ ചെയ്യണതെല്ലാം പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, പ്ലാൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഇൻ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ യൂണിറ്റിലെയും ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത് ആ മിഡിൽ ലെവൽ മാനേജർ ആയിരിക്കും. ദെൻ ദേ ഓൾസോ സെർവ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ആരുമാരുടെ ലിങ്കാണ്? ടോപ്പും ലോവറും. ടോപ്പ് ലെവൽ മാനേജറും ലോവർ ലെവൽ മാനേജറുമായിട്ട് ലിങ്കാണ് ആരെന്ന് പറയുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. സോ ദേ ആർ ഓൾസോ നോൺ ആസ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. അവരെ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. അതിന് ലോവർ ലെവൽ മാനേജർ അല്ലെങ്കിൽ ഓപ്പറേറ്റീവ്, ഓൾസോ നോൺ ആസ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്ററി മാനേജർ. ഇറ്റ് ഈസ് ഡയറക്ട്ലി concerned with the control of performance of the operative employees. ശരിക്കും ഓപ്പറേറ്റീവ് എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതായിരിക്കും? സൂപ്പർവൈസറി മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർമാൻ, സൂപ്പർവൈസേഴ്സ് ആൻഡ് സോ ഓൺ. അവരെ പറയുന്ന ഫോർമാൻ എന്ന് പറയാറുണ്ട്, സൂപ്പർവൈസേഴ്സ് എന്ന് പറയാറുണ്ട്, അക്കൗണ്ട് ഓഫീസേഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സെയിൽസ് ഓഫീസേഴ്സ് എന്നെല്ലാം അവർ അറിയപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, അക്കൗണ്ട് ഓഫീസേഴ്സ് എക്സെട്ര. ദെൻ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലെ അല്ലെങ്കിൽ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്, ദ മെയിൻ ടാസ്ക് ഇൻവോൾവ്ഡ് ഇൻ ദി ലോവർ ലെവൽ മാനേജ്മെൻറ്റ് പ്ലാൻ ഡേ ടു ഡേ വർക്ക്. പ്ലാൻ ഓരോ ദിവസത്തെയും ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അവരുടെ എംപ്ലോയീസ്, അവരുടെ വർക്കേഴ്സ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ ദിവസവും വന്ന് ആ സൂപ്പർവൈസർ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. അപ്പോൾ ഓരോ വർക്കേഴ്സ് ഇന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യണം, അല്ലേ? കാരണം ആ ചെയ്ത കാര്യങ്ങളുടെ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? മിഡിൽ ലെവൽ മാനേജർക്ക് സബ്മിറ്റ് ചെയ്യണം. മിഡിൽ ലെവൽ മാനേജർ ഈ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യും? അതൊരു വീക്ക്ലി ആകാം, അല്ലെങ്കിൽ മന്ത്ലി ആകാം. ആർക്ക് സബ്മിറ്റ് ചെയ്യും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഡേ ടു ഡേ
റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? സൂപ്പർവൈസർക്ക് അല്ലെങ്കിൽ ഫോർമാന് ആര് സബ്മിറ്റ് ചെയ്യണം? ആ വർക്കേഴ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ചെയ്യേണ്ട വർക്കുകളെ കുറിച്ചുള്ള പ്ലാൻ ആര് കൊടുക്കും? സൂപ്പർവൈസർ കൊടുക്കും അല്ലേ? അപ്പോൾ സൂപ്പർവൈസറെ മാനേജ് ദേ പ്ലാൻ ദ മെയിൻ ഫംഗ്ഷൻ പ്ലാനിങ് ദ ഡേ ടു ഡേ വർക്ക്, അസൈൻമെൻറ്റ് ഓഫ് വർക്ക്. എന്നിട്ട് ഈ വർക്ക് പ്ലാൻ ചെയ്ത വർക്കുകൾ ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും? എത്ര വർക്കേഴ്സ് ഉണ്ടോ അത്രയും വർക്കേഴ്സിന് ഈക്വലായിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിയുടെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൻ്റെ ബേസിൽ എബിലിറ്റിയുടെ ബേസിൽ എന്ത് ചെയ്ത് കൊടുക്കും? ഈ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഈ ഫോർമാൻ എന്ത് ചെയ്യും? അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ അതോടൊപ്പം തന്നെ അറേഞ്ചിങ് മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അവർക്ക് വർക്ക് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ആൻഡ് അതർ മെഷീൻസ് ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ദ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് അല്ലേ? അപ്പോൾ ലോവർ ലെവൽ വർക്കേഴ്സിന്, അവിടെയുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഡേ ടു ഡേ വർക്ക് പ്ലാൻ ചെയ്യുന്നു. ദെൻ ആ വർക്കേഴ്സിന് ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നു. അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെഷീൻസ് എല്ലാം ആര് സപ്ലൈ ചെയ്യുന്നു? ഈ സൂപ്പർവൈസർ സപ്ലൈ ചെയ്യുന്നു അല്ലേ? ദെൻ അവർക്കൊരു ക്ലോസ് കോൺടാക്റ്റ് ആരുമായിട്ടുണ്ടാകും? ആ വർക്കേഴ്സുള്ള ക്ലോസ് കോൺടാക്റ്റ് ആർക്കാണ് ഉള്ളത്? ആ ഒരു ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിന് ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇത്രയും ആൻഡ് സെൻഡിങ് റിപ്പോർട്ട്സ് ടു ഹയർ അതോറിറ്റീസ്. അപ്പോൾ ഈ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞതുപോലെ സെൻഡിങ് റിപ്പോർട്ട്സ് അവരുടെ ഹയർ അതോറിറ്റീസിലേക്ക് എന്ത് ചെയ്യും? ഇവരുടെ പെർഫോമൻസിൻ്റെ വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട് അവരുടെ ജസ്റ്റ് ഹയർ അതോറിറ്റിയായ മിഡിൽ ലെവൽ മാനേജേഴ്സിന് എന്ത് ചെയ്യും? അത് സപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ നമ്മളൊന്ന് പഠിച്ചത്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് 3 ലെവൽസ്. ദേ ആർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് chief executive, board of directors and chairman. They list down the policies, the entire decisions taken by the top level management. And the middle level management consists of departmental managers. They controls all the functioning involved in that department. They are known as purchase manager, sales manager and finance manager. And the lower level management, it consists of foreman, supervisor, and they especially mainly they plan the day-to-day work. They control the workers, employees, assign tasks and supply the materials and equipments for their work. Okay, that's all today's class. Thank you.